നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. നമ്മളെ ചെണ്ടുമല്ലി കൃഷി ആരംഭിക്കുക കേട്ടോ. ഇത് ഒരു ട്രയൽ 98 തൈയുണ്ട്. ഇത് ഹൈബ്രിഡ് ചെണ്ടുമല്ലി, മഞ്ഞ, ഓറഞ്ച്, വെള്ള 3 കളറുണ്ട്. നമ്മൾ വെള്ള അത്ര പൂക്കൾ നമുക്ക് കുറവാണെങ്കിലും മഞ്ഞയും ഓറഞ്ചും നല്ല ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ചെണ്ടുമല്ലി കൃഷിക്ക് ഉപയോഗിക്കുന്ന സൈസ് തൈ കേട്ടോ. ഇതിന് 3 തട്ടുണ്ട്. അതായത് ഈ ബീജപത്രികളുടെ ഈ ഭാഗം തൊട്ടിട്ട് 1, 2, 3 4ാമത്തെ തട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 1 മാസം പ്രായമുള്ള തയ്യാണ്. ഇത് ഡേറ്റ് നമ്മളിപ്പോൾ ഓണത്തിന് അത്തത്തിന് പൂ പൊട്ടിക്കണമെങ്കിൽ നമ്മളുടെ ഞാൻ പറഞ്ഞു, എൻ്റെ എക്സ്പീരിയൻസിൽ ഞങ്ങൾ കഴിഞ്ഞ 2 വർഷം കൃഷി ചെയ്ത് 2-3 വർഷം കൃഷി ചെയ്ത എക്സ്പീരിയൻസിൽ അതിൻ്റെ ഡേറ്റ് കണക്കാക്കി വരുമ്പോൾ നമുക്ക് ജൂൺ 20-ന് നടാം. ഇനി ജൂൺ 20-ന് നട്ട തൈ അത്തത്തിന് വിളവെടുക്കണം. അതിന് കൃത്യമായ വളം പരിചരണവും വേണം. അത് നമ്മൾ വിശദമായിട്ട് വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള തൈകളാണ് നമ്മൾ കുഴിച്ചിടാൻ പോകുന്നത്. ഇന്ന് ഇത് ഞാൻ ഒരു പ്ലാന്റ് ഒരു ചട്ടിയിൽ കുഴിച്ചിട്ടിട്ട് അതിൻ്റെ ഓരോ സ്റ്റേജും നിങ്ങളെ കാണിക്കാം. ഇനി ജൂൺ 20-ന് തന്നെ നടണോ എന്നുള്ളതാണ് അടുത്തൊരു സംശയം. ജൂൺ 20-ന് നടുകയാണെങ്കിൽ ഈ സ്റ്റേജിലുള്ള ചെടികൾ നടാം. ഇനി ഇപ്പോൾ 10 ദിവസം മുന്നേ നട്ട ആൾക്കാരുണ്ട്. ജൂൺ 10-ന് നട്ട ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് തൈകൾ കിട്ടിയത് ഏകദേശം 20 ദിവസം പഴക്കമുള്ള തൈയാണ്. അപ്പോൾ കറക്റ്റായി 20 ദിവസം തൈ പഴക്കമുള്ള തൈയ്യാണ് എത്ര വലിപ്പം ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് നടുന്നതിന് തുല്യം തന്നെയാണ് 10 ദിവസം മുന്നേ നട്ടാലും. കാരണം കുറച്ച് പ്രായം കുറഞ്ഞ ചെടികളാണ് നമ്മൾ എന്തിൽ നടുന്നത്. ഈ 10 ദിവസം മുന്നേ നട്ട ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ചെറിയ ചെടികളാണ്. അപ്പോൾ കറക്റ്റായി. ഇനി 10 ദിവസം കഴിഞ്ഞിട്ട് നടാം. ഇപ്പോൾ ഈ ജൂൺ 20-ന് തന്നെ നടണമെന്നില്ല, 10 ദിവസം കഴിഞ്ഞിട്ടും നടാം. പക്ഷേ 10 ദിവസം ലേറ്റായിട്ട് നടുന്ന ചെടികളാണെങ്കിൽ ഒന്നുകിൽ ഇതിനേക്കാൾ മൂപ്പുള്ള ചെടികൾ നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ നടാം. അപ്പോഴും ഈക്വലായി കിട്ടും. ഇനിയല്ല, നിങ്ങൾ 10 ദിവസം കഴിഞ്ഞിട്ട് ചെറിയ ചെടികളാണ് നടുന്നതെങ്കിൽ, ഇതിനേക്കാൾ ചെറിയ ചെടികളാണ് നടുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വളപ്രയോഗം വ്യത്യസ്തമായിരിക്കണം. കാരണം കറക്റ്റ് ഡേറ്റിന് ചെയ്തിട്ടുള്ള പ്രൊസീജിയറിൽ പോണ ആളുടെ രീതിയിൽ ഒരിക്കലും ലേറ്റായി നടുന്ന ആളുകൾ വളം കൊടുക്കരുത്. കാരണം നമുക്ക് ഈ ഒരു പ്രായം കുറഞ്ഞ ചെടികളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഫ്ലവർ ചെയ്യാനുള്ള മെത്തേഡുകൾ കുറച്ച് വൈകി നടുന്ന ആളുകൾക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതും നമുക്ക് വിശദമായി നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ബൾക്കായിട്ടോ കുറച്ചായിട്ടോ ഇങ്ങനത്തെ തൈകൾ, ഈ വലിപ്പമുള്ള തൈകൾ ആവശ്യമുള്ള ആളുകൾ ഇന്ന് തന്നെ ഓർഡർ ചെയ്യാം. കുടുംബശ്രീ ജൈവിക പ്ലാന്റ് നഴ്സറിയിൽ തൈ ലഭ്യമാണ്. നിങ്ങൾക്ക് വിളിക്കാം. ഇങ്ങനത്തെ വലിയ തൈകൾ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സൈസ് ആയിട്ടുള്ള വലിപ്പമുള്ളത് ലഭ്യമാക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ജമന്തി വരുന്നുണ്ട്. ജമന്തി 2-3 കളർ ജമന്തികളും വരുന്നുണ്ട്. അതുപോലെ വാടാർമല്ലി, അതും ഓണത്തിൻ്റെ കൃഷിയിലേക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കരുത്തുള്ള തൈകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയട്ടെ, എവിടെ നിന്ന് മേടിച്ചാലും, ഞങ്ങളെ കയ്യിൽ നിന്നല്ല കേട്ടോ, ഏത് സ്ഥലത്തും കൃഷിഭവനിൽ നിന്നായിക്കോട്ടെ, സ്വകാര്യ ഏജൻസികളിൽ നിന്നായിക്കോട്ടെ, അതുപോലെ ഇങ്ങനത്തെ യൂണിറ്റുകൾ, കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് എവിടെ നിന്ന് മേടിച്ചാലും നിങ്ങൾ വളപ്രയോഗം ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കേണ്ടി വരും. കാരണം വെക്കുന്ന ഡേറ്റ്, ചെടിയുടെ പ്രായം, നിങ്ങൾ ചെയ്യുന്ന പ്രൂണിങ് മെത്തേഡ്, ഇതിനനുസരിച്ചൊക്കെ വളപ്രയോഗം മാറ്റം വരും. ഇനി നമുക്ക് ഏത് സമയത്ത് തൈ നട്ട ആൾക്കും അത്തത്തിന് പൂ പൊട്ടിക്കണം. അത് കൃത്യമായ വളപ്രയോഗത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഈ വർഷത്തെ ചെണ്ടുമല്ലി കൃഷി വിജയകരമാവട്ടെ. തൈകൾ ആവശ്യമുള്ള ആളുകൾ ഇപ്പം തന്നെ വിളിച്ചോളൂ. ഓക്കെ, താങ്ക് യു.